എന്താണ് ഇതെന്താ പുതിയ നിൽക്കാനല്ല? കൺഗ്രാജുലേഷൻസ്. ഹലോ, പിന്നെ ഈ പ്രസാദിന്റെ അത് ഇവിടെ പ്രസാദിന്റെ അത് നമ്മൾ പോണ റോഡ് സൈഡ് അന്ന് കയറിപ്പോയില്ലേ? എന്താണ് ഉഷാറല്ലേ? ഇന്നില്ല, ദോശ വാങ്ങി തരുന്ന ദോശ വാങ്ങി നേരെ ഇങ്ങോട്ട് വിടാം. എന്താണ് എന്തായി എന്തായി ഇടയ്ക്കൊരു കണ്ട ഇഷ്ടായ എവിടെ എന്താണ് ഓ ആണെന്ന് കാര്യം മോഹൻ സാർ അത് അണ്ണനും ചെറുപ്പേലും താത്താക്കും എല്ലാവർക്കും വിഷമിക്കാതിരിക്കുക, സന്തോഷമുള്ള ദിവസമല്ലേ? അന്നത്തെ വിഷമിക്കുന്നത് വേണ്ട വേണ്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്തായാലും വളരെ ദയനീയമായ ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള ഒരു കിണറ്റിൽപ്പെട്ട് ഒരു ദുരവസാഹചര്യത്തിൽ മരിച്ചു. അതിനു മുമ്പ് ആ പെൺകുട്ടിയുടെ ഭർത്താവ് കാലിലെ ഞരമ്പ് മുറിച്ച് മരിച്ചു. അങ്ങനെ രണ്ട് തീരാദുഃഖം, ഒരു വർഷത്തിനുള്ളിൽ വലിയ രണ്ട് തീരാദുഃഖങ്ങൾ. അതിലൊരു ചെറിയൊരു കുട്ടിയുണ്ട്, 2 വയസ്സായ കുട്ടി. ആ കിണറ്റിൽപ്പെട്ട് മരിച്ച ആ കുട്ടിയുടെ അമ്മയാണ് ലക്ഷ്മി. ലക്ഷ്മിക്കാണെങ്കിൽ ഹൃദയ സംബന്ധമായ
അസുഖമാണ്. അതുകൂടാതെ ഒരു വിധവയായ ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരു അമ്മ, പിന്നെ വല്ലപ്പോഴും പണിക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു പയ്യൻ, അവനും സുഖമില്ലാത്ത ഒരു പയ്യനാണ്. വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ മഴക്കാലത്തൊക്കെ വെള്ളം ഒലിച്ച് വെള്ളത്തിൻ്റെ ഉള്ളിലാണ് പാവങ്ങൾ കിടക്കുന്നത്. എന്തായാലും മാത്തൂർ പഞ്ചായത്ത് തന്നെ 100% അർഹതയുള്ള കുടുംബമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തൊട്ടടുത്ത വീടുകളൊക്കെ ഓലപ്പരയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ദയനം. പല ആളുകളും ഇങ്ങനെ ഒരു കുടുംബത്തിന് ഒരു വീട് കൊടുത്തതിൻ്റെ പേരിൽ എല്ലാ ആളുകളും ചെയ്തത് നന്നായി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അതിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ കിട്ടട്ടെ, അവർക്ക് അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷതയിലേക്ക് അബ്ദുളിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സഹായിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 4 വീട് ഏറ്റെടുത്ത് ഇത് 2ാമത്തെ വീട് പൂർത്തിയാക്കി തന്ന ഇന്നൽമണി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ മോനേട്ടൻ, അതുപോലെ വൈസ് പ്രസിഡന്റ് സവിത, ഇസ്മയിൽ, ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പ്രിയുമാരൻ, കൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള മറ്റ് മെമ്പർമാരെ. എന്തായാലും ഇസ്മയിൽ സൂചിപ്പിച്ച കാര്യം, നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അബ്ദുക്ക, നമ്മുടെ ഈ പദ്ധതിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനായ ഇന്റൽമണിയുടെ മോനേട്ടൻ, KPCCയുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ചന്ദ്രേട്ടൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയേട്ടൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഹൃദയച്ചി, ഇസ്മയിൽക്ക, മറ്റ് എല്ലാ വേണ്ടപ്പെട്ട ആളുകളാണ് എല്ലാവരും. ഇത് ഈ വീടിൻ്റെ പശ്ചാത്തലത്തെ പറ്റിയൊക്കെ ഇസ്മയിൽക്കയും അതുപോലെ അബ്ദുക്കയും സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് ഇതുവഴി പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഇസ്മയിൽക്കയും അബ്ദുക്കയും എന്നോട് ഈ വീടിൻ്റെ ഒരു സാഹചര്യത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത്. ചെറിയ മോളാണ്, അവൾക്ക് അച്ഛനും അമ്മയും നഷ്ടമായി, മുത്തശ്ശി വേണം നോക്കാനായി, മുത്തശ്ശിക്കും ആരോഗ്യ പ്രയാസങ്ങളുണ്ട്, മുത്തശ്ശിയുടെ അമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പ്രയാസം അനുഭവിക്കുന്നൊരു കുടുംബമാണ് എന്ന് അന്നേ പറഞ്ഞിരുന്നു. ഒരിക്കൽ നമ്മളിവിടെ വന്ന് കാണുകയും ചെയ്തു. അപ്പോൾ നമ്മൾ MLA ആയി മത്സരിക്കുന്ന സമയത്ത് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കുകളിലൊന്നാണ്, നാടിൻ്റെ ജനപ്രതിനിധിയാകാൻ ഒരു അവസരം തന്നാൽ ആദ്യം ചെയ്യുക വീടില്ലാത്ത ആളുകൾക്ക് വീട് വയ്ക്കാനായി ഒരു പദ്ധതി തുടങ്ങുമെന്ന്. അങ്ങനെ നമ്മൾ സ്മൈൽ പദ്ധതിക്ക് തുടക്കമായി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കരുത്തും കാവലുമായത് ഇന്റൽമണിയാണ്. ഈ പദ്ധതിയെപ്പറ്റി ഉമേഷ് ചേട്ടനോട്, മോഹൻ സാറിൻ്റെ മകനോട് സംസാരിച്ചപ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു, നീ അച്ഛനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മോനേട്ടനെ പോയി കാണുമ്പോൾ അദ്ദേഹം പാലക്കാടുകാരനാണ്, ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഒരു പാലക്കാട് അങ്ങനെ ഒരു പദ്ധതി ചെയ്യുന്നതിനകത്ത് വലിയ സന്തോഷമാണെന്ന് പറയുകയും അങ്ങനെ നമ്മുടെ ഭവന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ആദ്യം തറക്കല്ലിട്ട വീടുകളിലൊന്നാണിന്ന്. അത് ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ പദ്ധതിയിൽ പറയുന്ന പോലെ സ്മൈൽ, ചിരിക്കാനല്ലാതെ വേറെ ഒന്നും നമുക്ക് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വളരെ വേഗത്തിൽ ഈ വീട് പണി, ഇപ്പോൾ ഈ വീട് പണിയുടെ ഒരു പ്രത്യേകത, ഇവിടെയൊക്കെ സാധനങ്ങൾ എത്തിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അരുണാണ് അതിന് എല്ലാവിധമായിട്ടുള്ള നേതൃത്വവും കൊടുത്തത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളോടുമുള്ള സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ സന്തോഷത്തിൽ പങ്കാളികളായ എല്ലാവർക്കും സ്നേഹാശംസകൾ. ഇന്നത്തെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇന്റൽമണിയുടെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട മോഹനേട്ടൻ. രാഹുൽ കൊണ്ട് മങ്കൂട്ടത്തിൽ എന്തെങ്കിലും വന്ന് ഈ പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്തോളൂ, എങ്ങനെ വേണം നമുക്ക് പൂർത്തീകരിക്കാം. 20 ആണെങ്കിൽ എത്ര വീടുകളാണോ അത്രയും വീടുകൾ നമുക്ക് പറ്റുന്നു, അത്രയും വീടുകൾ പണി കൊടുക്കാം. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നതും ഫണ്ട് തരുന്നതും ഞങ്ങൾ സ്വരൂപിച്ചതും എല്ലാമായ എല്ലാ പൈസകളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും അത് വരട്ടെ. നാളത്തെ റിസൾട്ട് അറിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഇനി പറയും, ഓക്കെ ഇത്രയും വീടുകളുള്ളൂ, ഓക്കെ വരട്ടെ, അത് നല്ലതായിട്ട് തന്നെ വരട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക് മാഡം, ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാം സുഖമായിരിക്കുക. ദൈവന്റെ വണ്ടി അവിടെ അമ്മ ഇപ്പം എന്ത് തോന്നുന്നു?
ഇപ്പോൾ വീടൊക്കെ കിട്ടിയിരിക്കുന്നത് എന്താ തോന്നുന്നത്? നല്ലത് തോന്നുന്നു. ആ, ഇങ്ങനെ വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. എന്താ പറയുക, മണ്ണിൽ ചളി കടവാണ്, ചളി പട്ടപ്പരയിൽ ദൈവം വിളിക്കുമ്പോൾ കിട്ടി. രാഹുൽ സാറായിട്ട്, രാഹുൽ സാറും മോഹൻ സാറും. ആ, നന്ദി ആരോടൊക്കെയാണ് പറയുന്നത്? രാഹുൽ സാറിനോട്, പിന്നെ എന്താണ് മോഹൻ സാറ്, അദ്വാനെ, ഇസ്മയിൽ നദീർക്ക, താത്താക്ക്. എന്തിനാണ് പിന്നെ ആ സമയത്ത് കരഞ്ഞായിരുന്നല്ലോ? അതെൻ്റെ മകളുടെ ആലോചിച്ചപ്പോൾ ഇപ്പം നെഞ്ചുവേന വന്നപ്പോൾ നെഞ്ചുവേന വന്നിട്ട് അവർ പോയപ്പോൾ കരഞ്ഞില്ലേ, മകൾ മരണപ്പെട്ടു. ഓക്കെ.